ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. നീ നോമ്പുകാലത്ത് കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പം അവൻ്റെ കയ്യിൽ തൊട്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യണം. ഭിക്ഷ കൊടുക്കുമ്പം ഇട്ടുകൊടുക്കുന്ന മനസ്സ് മാറിയിട്ട് അടുത്തുപോയി അടുപ്പം അകത്തുണ്ട് എന്ന് നിൻ്റെ ശരീരഭാഷയിലൂടെ നിൻ്റെ സമീപനത്തിലൂടെ വെളിവാക്കത്തക്ക വിധമൊന്ന് ദാനധർമ്മത്തിലേക്ക് ചുവടുമാറ്റാം. കാരുണ്യവർഷത്തിലും മാർപ്പാപ്പ മനോഹരമായിട്ട് ഇത് ഓർമ്മപ്പെടുത്തിയത്. കാരുണ്യവർഷത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും വെറും സോഷ്യൽ വർക്കായിട്ട് സാമൂഹ്യ പ്രവൃത്തികളായിട്ട് മാറിക്കൂടാ. അതൊരു വ്യക്തിയോടുള്ള അതീവ ശ്രദ്ധയുടെ, എൻ്റെ ഇടത്തിൽ എൻ്റെ അകത്ത് ഇടമുണ്ടെന്ന ബോധ്യത്തോടുകൂടെ. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ അതിശക്തമായിട്ട് പറഞ്ഞത്, ആടുകളുടെ മണമുള്ള ഇടയന്മാരായിട്ടും മാറണം. ഛത്തീസ്ഗഡിൽ ജോലിയെടുക്കുന്ന ഒരു പുരോഹിതനൊപ്പം സെഹിയോനിലൊരു ധ്യാനം കൂടിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ദേശത്തെ മനുഷ്യൻ്റെ ഭാഷയും ഭാവങ്ങളും അവൻ്റെ ഭക്ഷണക്രമവും അവൻ്റെ ജീവിതശൈലിയും അതിലെ മുഴുവൻ നന്മകളും സമൂലം സ്വന്തമാക്കിയിട്ട് അതിനെ ജീവിതത്തിൽ ആവാഹിച്ചുകൊണ്ട് അവർക്കിടയിൽ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കാതെ ഇറച്ചിയും മീനും അവർ എന്തൊക്കെ കഴിക്കില്ല അതൊക്കെ ഉപേക്ഷിച്ചിട്ട് തനി ഗ്രാമത്തിൻ്റെ വിശുദ്ധിയോടുകൂടെ നാടിൻ്റെ പരിശുദ്ധിയോടുകൂടെ ജീവിച്ച ഒരു പുരോഹിതൻ. അത്ഭുതം തോന്നി. ജീവിതത്തിൽ ജാടകളൊന്നുമില്ലാതെ എന്തൊരു സുന്ദരമായിട്ടാണ് കൊടുക്കുന്നവന് ഇട്ടുകൊടുക്കുകയല്ല, അവനെ തൊട്ടുകൊടുക്കാൻ തക്ക വിധം ഈ നോമ്പിൽ നമുക്ക് നമ്മുടെ നിലപാടിനകത്ത് മാറ്റമൊക്കെ വരുത്താം. ധർമ്മക്കാരന് കൊടുക്കാൻ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്ത് അങ്കിളെ എന്ന് പറഞ്ഞ് കൊടുപ്പിച്ച വല്യമ്മച്ചയെ പോലെ നമുക്കുമാവാം. ഈശോയെ ജീവിതത്തിൽ കയ്യിൽ തൊട്ട് കാരുണ്യപ്രവർത്തി ചെയ്യാൻ കൃപയേകിയാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.